ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തോരം എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. കാര്യം ഞാൻ ഭയങ്കര റഷ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി റെഡി ആവുകയാണ്, അതിന്റെ കൂട്ടത്തിൽ പാക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്. സോ ഇപ്പൊ സമയം 4 മണി, ഒരു 5 മണി 5:30 ആവുമ്പോഴത്തേക്കെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാനിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടനിലോട്ട് പോകാനാണ്. മച്ച് അവൈറ്റഡ്. ഞാൻ തിരിച്ച് ലണ്ടനിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ പോവാണ്. So this video was taken the day before my trip actually. സത്യം പറഞ്ഞാൽ എനിക്ക് സമയമേ കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ. കാര്യം എല്ലാം ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പെർട്ടിക്കുലർ ഡേ ലണ്ടനിലോട്ട് തിരിച്ച് പോകുന്നുണ്ട് എന്ന് എനിക്ക് എഡ്മണ്ടണിൽ വന്ന ആ ഒരു സമയം തന്നെ എനിക്ക് അറിയായിരുന്നു. ലൈക്ക് ദിസ് വാസ് പ്ലാൻ ഫോർ സംതിങ് എൽസ്. ഓക്കെ, അപ്പം ജസ്റ്റ് ലണ്ടനിലല്ലേ പോകുന്നുള്ളൂ, അതുകൊണ്ട് ഇത്ര പാക്ക് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ 2 ദിവസം മുമ്പെയാണ് ഞാൻ എൻ്റെ പാക്കിങ് തുടങ്ങിയത്. പക്ഷെ ആ ലാസ്റ്റ് മൊമെൻറ്റിലാണ് എനിക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഡിസൈഡ് ആവുന്നത്. സോ വാട്ട് ഹാപ്പൻ വാസ് മൈ അപ്പാർട്ട്മെൻറ്റ് മേറ്റ്സ് വെയർ ലുക്കിംഗ് ടു ബൈ എ ഹൗസ്. ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫ്രം ദ ബിഗിനിങ് ദാറ്റ് വി മെറ്റ്. അവർ അതിൻ്റെ കാര്യമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് അതൊന്ന് ഫൈനലൈസ് ആയത് വാസ് ഈ ഞാൻ പോകുന്നതിൻ്റെ ആ ഒരു സമയത്താണ് അത് ഫൈനലൈസ് ആയത്. അപ്പം ഞാനും ആലോചിച്ചു ദാറ്റ് ഐ വിൽ ഓൾസോ മൂവ് ഔട്ട്. ബിക്കോസ് എന്തായാലും ഞാൻ 1 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് എഡ്മണ്ടണിലോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ദെയർ വാസ് നോ പോയിന്റ് ലൈക്ക് ഇൻ പേയിങ് റെന്റ്. അതൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ മൂവ് ഔട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് അപ്പോൾ അതൊക്കെ വേറൊരു സ്റ്റേ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതും ഡിസൈഡ് ആയത് ലാസ്റ്റ് മിനിറ്റിലാണ്. അപ്പം മൈ പാക്കിംഗ് ജസ്റ്റ് ഗോട്ട് ഔട്ട് ഓഫ് കൺട്രോൾ. ലൈക്ക് 2 ബാഗ് പാക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് എനിക്ക് എൻ്റെ കംപ്ലീറ്റ് മുറി പാക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയായി. അപ്പോൾ അതിനൊട്ടും സമയമില്ലായിരുന്നു. കാര്യം എല്ലാ ദിവസവും ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞിട്ട് വരുന്ന വൈകുന്നേരം സമയം കിട്ടുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഐ ഹാഡ് ലൈക്ക് ദിസ് ബിഗ് ബെഡ് ആൻഡ് ബിഗ് മാട്രസ് ആൻഡ് എവറിത്തിങ്. ബെഡ് ഫ്രെയിമും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത് കരുണിനെയാട്ടോ. അപ്പോൾ കരുണാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, സ്പെഷ്യലി ബെഡും മാട്രസും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു കുളമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഹലോ ഗായ്സ്, അവസാനം ഞാൻ വീഡിയോ എടുത്ത് നിർത്തിയത് എഡ്മണ്ടണിൽ നിന്ന് ഞാൻ ടൊറന്റോയിൽ അല്ലെങ്കിൽ ലണ്ടനിലോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആസ് ഓൾവേസ് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു പോയി. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ വീഡിയോ. പ്ലസ് ഭയങ്കര ഓടി പിടിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയം കൂടിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ ഇപ്പം സ്റ്റോറേജ് ഉണ്ടായിരുന്നേലും സമയം കിട്ടത്തില്ലായിരുന്നു. അത് വേറെ കാര്യം. ഐ എം ജസ്റ്റ് ബീങ് ഓണസ്റ്റ്. ഓക്കെ, ഒത്തിരി നീട്ടി വലിച്ചൊരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ടൊറന്റോയിൽ ലാൻഡ് ചെയ്തു എഡ്മണ്ടണിൽ നിന്ന്. എനിക്ക് ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. 12:45 ഫ്ലൈറ്റ്. അപ്പോൾ ടൊറന്റോയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ എനർജി മാറിയതുപോലെ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നു. ഐ ഫീൽ സോ ഹാപ്പി. പ്ലസ് എന്താ പറയുക, എൻ്റെ വണ്ടി എനിക്ക് പിന്നെയും കാണാൻ പറ്റി. എല്ലാം കൊണ്ടും ഞാൻ ഒത്തിരി ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. എക്സൈറ്റഡ് ആണ്. ഒരു വലിയ ട്രിപ്പ് വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടൊറന്റോയിൽ വന്നത്. ഒത്തിരി സസ്പെൻസ് ഇട്ട് നശിപ്പിക്കുന്നില്ല. ആഫ്റ്റർ 4.5 years ഞാൻ ഫൈനലി നാട്ടിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഞാൻ നാട്ടിലോട്ട് പോവാണ്. യെസ്, ഐ എം കമ്മിങ് ടു ഇന്ത്യ. ഓക്കെ, ഇത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഒത്തിരി ചാടിത്തുള്ളി ഭയങ്കര അങ്ങനെ ഒന്നുമില്ല. ഞാൻ അത്ര ഹോംസിക് ആയിട്ടുള്ള ആളൊന്നും അല്ല. ബട്ട് എനിവേസ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോകുന്നതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആർക്കായാലും ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ ഒരു എക്സൈറ്റഡ് സ്റ്റേജിലാണ് ഞാൻ. പെട്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്തതുപോലെ തോന്നുന്നു. ഞാൻ ഇങ്ങനെയൊന്നും നല്ലത് പ്രതീക്ഷിച്ചത്. പക്ഷേ ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലാൻ എവറിത്തിങ് ആൻഡ് ടേക്ക് എ വ്ളോഗ് ഓർ എനിത്തിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടൊറന്റോയിൽ വന്നത്. എനിക്ക് ടൊറന്റോയിൽ നിന്നാണ് ഫ്ലൈറ്റ്. കാര്യം ഞാൻ ഈ ടിക്കറ്റ് 5-6 മാസം മുമ്പേ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആൽബർട്ടയിലോട്ട് പോകുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ടൊറന്റോയിൽ വന്നിട്ടേ പോകാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ടൊറന്റോ പ്രീമിയം ഔട്ട്ലെറ്റിൽ വന്നേക്കാണ്. ഞാൻ നാട്ടിലോട്ട് വിത്തിൻ 5 days പോകും.
ഇന്ന് ഇത് ഒരു 31 തീയതിയാണ്. 5 തീയതിയാണ് എനിക്ക് നാട്ടിലോട്ട് ഫ്ലൈറ്റ്. സോ നേരെ ഔട്ട്ലെറ്റിൽ വന്നു. ഇവിടുന്ന് നേരെ ഷോപ്പിംഗ് ചെയ്യണം. നാട്ടിലോട്ട് പോകുമ്പോൾ എന്തായാലും ഷോപ്പിംഗ് ചെയ്യണമല്ലോ, അതും ആദ്യമായിട്ട് പോകുന്നതല്ലേ. സോ ഷോപ്പിംഗ് ചെയ്തിട്ട് ലണ്ടനിൽ പോകണം, അതാണ് പ്ലാൻ. സോ ഇറ്റ്സ് എ ബിസി ഡേ. ഒത്തിരി സമയം കളയുന്നില്ല, എന്റെയിലും സമയമില്ല, വീഡിയോ വലിച്ചു നീട്ടാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഷോപ്പിങ്ങിലോട്ട് കിടക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് പോകുന്ന ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്, റിലേറ്റീവ്സിനാണേലും വീട്ടിലോട്ടാണേലും ഒക്കെ. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഐ ആക്ച്വലി മെയ്ഡ് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ദാറ്റ് ഐ ഹാവ് ടു ബൈ. ഓരോരുത്തർക്ക് എന്തൊക്കെ വാങ്ങിക്കണം, ആർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഞാനൊരു 5-6 സാധനം എഴുതി കഴിഞ്ഞ് അതിൽ എന്നെക്കൊണ്ട് അഫോർഡബിൾ ആയിട്ട് എന്നെക്കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്തെങ്കിലുമുണ്ട്. അങ്ങനെ രീതിയിൽ ഞാൻ നല്ല രീതിയിലൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങി തിരിച്ചത് കേട്ടോ. കാര്യം ഒരു ഐഡിയയും ഇല്ലാണ്ട് നമ്മൾ ഈ പ്രീമിയം ഔട്ട്ലെറ്റിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തം കൺഫ്യൂഷനായി പോകും. എവിടെ കയറണം, എന്ത് വാങ്ങിക്കണം, ലൈക്ക് സെയിലിൻ്റെ കാര്യം, പ്രൈസിൻ്റെ കാര്യം, ആകെ മൊത്തം കൺഫ്യൂഷൻ ആവും. ടു ബി ഓണസ്റ്റ് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടി ഞാൻ ഗസ്സിലാണേലും കാൽവിൻ ക്ലെയിനിലാണേലും ഇങ്ങനത്തെ 1-2 കടകളിൽ 1-2 പ്രാവശ്യം ഞാൻ കയറേണ്ട വന്നു. കാര്യം ഓഫർ നോക്കിയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. അപ്പം അങ്ങനെ അധികം സമയം പോയി. അപ്പം ലിസ്റ്റും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡായി പോകും. അങ്ങനെ ലിസ്റ്റെല്ലാം നോക്കി അത്യാവശ്യം ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഉള്ളതെല്ലാം ലണ്ടനിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിൽ ചെന്നിട്ടുള്ള ഷോപ്പിംഗ് വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ദാറ്റ് ഐ എം ഫീലിംഗ് സോ മച്ച് ഇറിറ്റേറ്റഡ് ആ വീഡിയോയിൽ. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആയതുകൊണ്ടും ഞാൻ വിചാരിക്കുന്ന അല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഒക്കെ ആണെങ്കിലും ഐ ഫെൽറ്റ് സോ ഇറിറ്റേറ്റഡ് ആക്ച്വലി. അപ്പോൾ അതൊന്നും ഞാനതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. റാൻഡം ആയിട്ടുള്ള കുറേ ക്ലിപ്സാണ്. പിന്നെ ആകെപ്പാടെ ലണ്ടനിൽ വന്നിട്ട് പെഡിക്യൂർ ചെയ്തു, മാനിക്യൂർ ചെയ്തു. ജസ്റ്റ് ബിക്കോസ് നാട്ടിലോട്ട് പോയല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് വെച്ചു. സോ ആഫ്റ്റർ ദിസ് ഐ ആക്ച്വലി ഫിലിംഡ് എ വീഡിയോ വെൻ ഐ വാസ് പാക്കിംഗ് മൈ ബാഗ്സ് ടു ഇന്ത്യ. അപ്പം അതിൽ അത്യാവശ്യം യു സീ ലൈക്ക് ഓൾ ദ തിങ്സ് ദാറ്റ് ഐ ബോട്ട്.